വനിതാ അഭിഭാഷകയെ അപമാനിച്ചെന്ന ആക്ഷേപത്തെ തുടർന്ന് ഹൈക്കോടതിയിൽ അഭിഭാഷക പ്രതിഷേധം. കോടതി മുറിയിൽ അഭിഭാഷകർ തടിച്ചുകൂടി. ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിന് മുന്നിലാണ് പ്രതിഷേധം. വാക്കാൽ പരാമർശം നടത്തി അപമാനിച്ചുവെന്നാണ് പരാതി. ജസ്റ്റിസ് ബദറുദ്ദീൻ മാപ്പ് പറയണമെന്നാണ് ആവശ്യം. രേഷ്മ ബാബു ചേർന്ന വിവരങ്ങളുമായി. രേഷ്മ, അപ്പോൾ ഈ അഭിഭാഷകർ ഇപ്പോൾ ഈ ബെഞ്ചിന് മുന്നിൽ ഇങ്ങനെ തടിച്ചുകൂടി പ്രതിഷേധിച്ച് നിൽക്കുകയാണോ ഇപ്പോഴും? നിലവിൽ ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ചേംബറിനുള്ളിൽ ചർച്ച തുടരുകയാണ്. ചീഫ് ജസ്റ്റിസ് ആണ് ഈ വിഷയത്തിൽ നിലവിൽ ഇടപെട്ടിരിക്കുന്നത്. ഈ വിഷയം പഠിച്ചുകൊണ്ട് തനിക്കൊരു സാവകാശം വേണമെന്നുള്ള നിലപാടാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും തുറന്ന കോടതിയിൽ താൻ മാപ്പ് പറയില്ല എന്നുള്ള നിലപാടിൽ തുടരുകയാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ. ഇത് തന്നെയാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യം. ബദറുദ്ദീൻ മാപ്പ് പറയാത്ത പക്ഷം പ്രതിഷേധവുമായിട്ട് തങ്ങൾ മുന്നോട്ട് പോകും, ബദറുദ്ദീന്റെ കോടതി ബഹിഷ്കരിക്കുമെന്നുള്ള ഒരു നിലപാടാണ് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒരു വനിതാ അഭിഭാഷക തന്റെ കേസുമായി ബന്ധപ്പെട്ട്, തന്റെ ഭർത്താവിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഹാജരായ സമയത്ത് മോശമായിട്ടുള്ള വാക്കുകൾ ജസ്റ്റിസ് ബദറുദ്ദീന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. അലക്സംസ് കറിയ എന്ന് പറയുന്ന അഭിഭാഷകൻ ഇക്കഴിഞ്ഞ ജനുവരി 7-ാം തീയതി മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള സരിത, അദ്ദേഹം ഈ അലക്സംസ് കറിയ നേരത്തെ ഫയൽ ചെയ്തൊരു കേസുമായി ബന്ധപ്പെട്ട് ഹാജരായ സമയത്തായിരുന്നു ആരാണ് അലക്സംസ് കറിയ തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പരാമർശം ജസ്റ്റിസ് ബദറുദ്ദീന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. സരിത, അതായത് ഈ വനിതാ അഭിഭാഷക കണ്ണീരിലാഴുന്ന സമയത്തു കൂടി ഈ തന്റെ പ്രവൃത്തി ബദറുദ്ദീൻ തുടർന്നു, അതായത് വാക്കാലുള്ള മോശം പരാമർശം ജസ്റ്റിസ് ബദറുദ്ദീൻ തുടർന്നു എന്നുള്ളതാണ് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ ഉന്നയിച്ചിട്ടുള്ള പരാതിയിൽ പ്രധാനമായിട്ടും പറയുന്ന ആക്ഷേപം. എന്തായാലും ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചർച്ച തുടരുകയാണ്. ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ നേതാക്കളുമായിട്ടാണ് ചർച്ച നടത്തുന്നത്. എന്തായാലും തുറന്ന കോടതിയിൽ താൻ മാപ്പ് പറയില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ബദറുദ്ദീൻ ഉള്ളത്. ഇന്ന് രാവിലെ, അതായത് 10:15 ഹൈക്കോടതിയുടെ സിറ്റിംഗ് എല്ലാ കോടതിയും ആരംഭിക്കുന്നത്. ജസ്റ്റിസ് ബദറുദ്ദീന്റെ കോടതി എന്ന് പറയുന്നത് 1D ആണ്. അവിടേക്ക് അഭിഭാഷകർ തടിച്ചുകൂടുകയും പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരികയുമായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ബദറുദ്ദീന് ഈ കോടതി മുറിക്കുള്ളിൽ എത്തിയിരുന്നില്ല, മറിച്ച് ചേംബറിനുള്ളിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ചർച്ച തുടരുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. വീണ. ഓക്കെ, ശരി രേഷ്മ.